പരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന് വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവന്റെ ചിന്തയ്ക്കായി ഒരു ദൈവജന ഭാഗം വായിക്കുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം എന്റെ 10-ാമത്തെ വാക്യം. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളികമുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്താണ് ഞാൻ വായിച്ചത്. അനവധി തവണ ഞാൻ ഈ ദൈവത്തിനെ ശുശ്രൂഷിച്ചിട്ടുണ്ട്. ഈ ഓൺലൈനിൽ ശുശ്രൂഷിച്ചിട്ടുണ്ട്. പല മീറ്റിങ്ങുകൾക്കകത്തും സൂം മീറ്റിങ്ങിനകത്തും ഞാൻ ഈ വചനം പ്രസംഗിച്ചിട്ടുണ്ട്. വീണ്ടും ഈ ദൈവത്തിനെ പ്രസംഗിക്കുമ്പോൾ ഈ വചനം കൊണ്ട് ഉദ്ദേശിക്കുന്ന ലക്ഷ്യം ഹല്ലേലൂയ, ദാനിയേലിന്റെ ജീവിതത്തിൽ ഉയർച്ച വന്നപ്പോൾ അവനെതിരെ ഒരു കൂട്ടം ശത്രുക്കളുണ്ടായി. സ്തോത്രം. ദാനിയേലിന്റെ ഉയർച്ചയിൽ ഹല്ലേലൂയ അസൂയ പൂണ്ട ഒരു കൂട്ടം അധികാരവർഗങ്ങൾ ഹല്ലേലൂയ ദാനിയേലിനെ ഏതെങ്കിലും വിധത്തിൽ തകർക്കുവാൻ വേണ്ടിയുള്ള പദ്ധതി ആവിഷ്കരിച്ചപ്പോൾ അതിനു മുൻ ഭയപ്പെട്ടു പോകാതെ ദാനിയേൽ ചെയ്തതാണ്, താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. പ്രൈസലോ. അതുകൊണ്ട് ഈ വചനം കേൾക്കുന്ന ശ്രോതാവ്, നിനക്ക് നേരെ, നിന്റെ ജീവിതത്തിന് നേരെ, നിന്റെ കുടുംബത്തിന് നേരെ, നിന്റെ തലമുറയ്ക്ക് നേരെ, നിന്റെ ബിസിനസ്സിന് നേരെ, ജോലിക്ക് നേരെ, നീ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ ഏതായിരുന്നാലും അതിനെ നേരെ ഏതെങ്കിലും വിധത്തിൽ ശത്രു തന്ത്രം നിറഞ്ഞ് നിന്റെയും നിന്റെ പ്രവൃത്തികളിൽ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നീ അതിനോട് എതിർത്ത് നിൽക്കാതെ ഹല്ലേലൂയ നീ ദൈവസനിൽ മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്ത ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. രക്തം ചെയ്യും. തകർന്ന നിന്റെ ജീവിതത്തെ പണിതെടുക്കാൻ, തകർന്ന നിന്റെ കുടുംബത്തെ പണിതെടുക്കാനും പ്രാർത്ഥന വളരെ പ്രാധാന്യമാണ്. ഹല്ലേലൂയ. അപ്പൊ ദാനിയേൽ ബാബിലോണിൽ വളരെ ഉയർന്ന പദവിയിൽ ഇരുന്നാലും തനിക്ക് കൃത്യമായ പ്രാർത്ഥന സമയങ്ങളുണ്ടായിരുന്നു. പ്രൈസലോ. ആ രാജ്യത്തിന്റെ പ്രധാന അധ്യക്ഷ പദവി നിൽക്കുമ്പോൾ തന്നെ തന്റെ പ്രാർത്ഥനയ്ക്കകത്ത് യാതൊരു മാറ്റം വരുത്താതെ കൃത്യമായ സമയത്ത് പ്രാർത്ഥിക്കുന്നവനായിരുന്നു ദാനിയേൽ. ഹല്ലേലൂയ. ആമേൻ. അത് ക്രമമായും കൃത്യനിഷ്ഠയോടുകൂടി ചെയ്തു വന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. രാജാവിനെ അല്ലാതെ വേറെ ആരോടും പ്രാർത്ഥിക്കുവാൻ പാടില്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ ആ നിയമങ്ങൾ നിലനിൽക്കുമ്പോൾ ആ തടസ്സചട്ടങ്ങളെല്ലാം മറികടക്കുവാൻ ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് പകലെന്നെ കേൾക്കുന്ന പ്രശ്നം, നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നത് എത്രമാത്രം ആത്മാർത്ഥതയോടു കൂടെയാണ് എന്ന് നിങ്ങൾ തന്നെ ചോദന ചെയ്യണം. ആമീൻ. ദാനിയേലിനെ രേഖ എഴുതിയിരിക്കുന്നത് കണ്ടപ്പോൾ ദാനിയേൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ആ വിഷയത്തിന് മറുപടി കണ്ടെങ്കിൽ നീയും നിന്റെ നേർക്ക് നേരെ പിശാച് ഒരുക്കുന്ന സകല പദ്ധതികളെ കുറിച്ച് ദൈവാത്മാവ് നിനക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ നീ ദൈവസ്നേഹിൽ മുഴങ്കാലം അടക്കാൻ തയ്യാറാകണം. ഇവിടെ ദാനിയേലിന്റെ ഉയർച്ച 6-ാമത്തെ 1 വാക്യം കാണാൻ കഴിയും. ആമീൻ. രാജ്യമൊക്കെയും ഭരിക്കേണ്ടതിന് രാജ്യത്തിന്റെ 120 പ്രധാന ദേശാധിപതികളെയും അവരുടെ മേൽ 3 അധ്യക്ഷന്മാരെയും നിയമിപ്പാൻ ദാര്യാവേശിന് ഇഷ്ടം തോന്നി. ഈ 3-രിൽ ദാനിയേൽ ഒരുവനായിരുന്നു. രാജാവിന് നഷ്ടം വരാതിരിക്കേണ്ടതിന് പ്രധാന ദേശാധിപതികൾ ഇവർക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടതായിരുന്നു. എന്നാൽ ദാനിയേൽ ഉത്കൃഷ്ട മാനസനായിരുന്നത് കൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപതിമാരിലും വിശിഷ്ടനായി രാജ അവനെ സർവ്വരാജ്യത്തിനും അധികാരിയാക്കുവാൻ തീരുമാനിച്ചു. കാരണം രാജാവ് ദാനിയേലിനെ മറ്റുള്ള ബാബിലോണിലുള്ള എല്ലാ നേതാക്കന്മാരെക്കാളും അധികാരിയെക്കാളും ശ്രേഷ്ഠനായി വിശിഷ്ടനാക്കുവാൻ, എല്ലാവർക്കും പേര് ഉന്നതനായി ഇരുത്തുവാൻ ബാബിലോണിലെ രാജാവിന് ഹല്ലേലൂയ ദാനിയേലിനോട് ഇഷ്ടം തോന്നി. ഹല്ലേലൂയ. അതെന്തുകൊണ്ടാണ്? ദാനിയേൽ പ്രാർത്ഥിക്കുന്നവനായിരുന്നുകൊണ്ട് ദൈവം ദാനിയേലിന് കൊടുത്ത പ്രത്യേക കഴിവുകൾ അത് രാജാവിന് മനസ്സിലായി. സ്തോത്രം. ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന ശ്രോതാവേ, നീയും ദൈവസ്നേഹി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, മുഴങ്കാലം അടക്കുന്നവരാണെങ്കിൽ, മറ്റുള്ളവർക്കില്ലാത്ത ചില കൃപകളും കൃപാവനങ്ങളും ചില ദൈവിക സാന്നിധ്യവും ദൈവം നിന്റെ പേര് വഹിക്കും. രാജാവ് ദാനിയേലിനെ
ഉയർത്തിയതുപോലെ നിന്നെയും ദേശത്ത് നിൽക്കുന്ന സാഹചര്യങ്ങളിൽ നീ ഏത് പരാജയമാണോ അവിടെ നിന്ന് നിന്നെ ഉയർത്തുവാൻ ദൈവത്തിന് കഴിയും കേട്ടോ. ദാനിയേൽ ഉയർത്തിയ ദൈവത്തിനെ ഉയർത്തും. അപ്പൊ ഈ ദാനിയേൽ അവൻ ഉന്നതമായ സ്ഥാനത്തേക്ക് വന്നപ്പോൾ ദാനിയേലിനെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ജനം തയ്യാറാകുക. അതിനെക്കുറിച്ചാണ് വേദപുസ്തകം പറയുന്നത്. അല്ലെങ്കിൽ സ്തോത്രം 4-ാം വാക്യം ദാനിയേൽ 6:4 പറയുന്നത്, ആകയാൽ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപതിമാരും രാജ്യം സംബന്ധിച്ച് ദാനിയേലിന് വിരോധമായി കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു. എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട് ഒരു തെറ്റും കുറ്റവും അവന് കണ്ടെത്തിയില്ല. അപ്പൊ ദാനിയേൽ എല്ലാ സ്ഥലത്തും വിശ്വസ്തനാണ്. അവിടെയുള്ള എല്ലാവരും അവനിൽ ഒരുപാട് കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചു, അവനെതിരെ തന്ത്രങ്ങൾ മെനഞ്ഞു. പക്ഷേ ദാനിയേൽ വിശ്വസ്തനായിരുന്നത് കൊണ്ട്, പ്രാർത്ഥിക്കുന്നവനായതുകൊണ്ട്, ദൈവത്തോട് ചേർന്നിരിക്കുന്നവനായതുകൊണ്ട് എന്ത് ചെയ്തു? ദാനിയേലിന് ഒരു കുറ്റവും ദാനിയേലിന്റെ ജീവിതത്തിൽ ഒരു കുറ്റവും കണ്ടുപിടിക്കുവാൻ അവിടെയുള്ളവർക്ക് കഴിഞ്ഞില്ല. അല്ലേ? അപ്പോൾ അല്ലെങ്കിൽ ആ പുരുഷന്മാർ നാം ഈ ദാനിയേലിന്റെ നേരെ അവന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണം സംബന്ധിച്ചുള്ളതല്ലാതെ മറ്റൊരു കാരണവും കണ്ടെത്തുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപതിമാരും രാജാവിന്റെ അടുക്കൽ ബന്ധപ്പെട്ട് ചെന്ന് ഉണർത്തിച്ചു തന്നാൽ ദാര്യാവേശ് രാജാവ് ദീർഘായുസ്സോടിയിരിക്കട്ടെ. അപ്പം ദാനിയേലിന്റെ പേരിൽ ഒരു കുറ്റം കണ്ടെത്താൻ കഴിയുന്നില്ല. അവൻ വിശ്വസിക്കുന്ന ദൈവത്തെക്കുറിച്ചും ന്യായപ്രമാണത്തെക്കുറിച്ചും അല്ലാതെ മറ്റൊരു കുറ്റവും കണ്ടെത്താൻ കഴിയാതെ വന്നപ്പം അവർ വേറെ സൂത്രങ്ങൾ പ്രയോഗിക്കുക. അങ്ങനെ അധ്യക്ഷന്മാരും ദേശാധിപതിമാരും എല്ലാം കൂടെ ദാര്യാവേശ് രാജാവിന്റെ ഇരിക്കുമെന്നറിയ രാജാവ് ദീർഘായുസ്സോടിരിക്കുന്ന രാജാവെ 30 ദിവസത്തേക്ക് തിരുമേനിയോടല്ലാതെ യാതൊരു ദേവനോടോ മനുഷ്യനോടോ ആരെങ്കിലും അപേക്ഷ കഴിച്ചാൽ അവനെ സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളയണം എന്നൊരു രാജനിയമം നിശ്ചയിക്കുകയും ആമേൻ ഖണ്ഡിതമായൊരു വിരോധകൽപ്പന പുറപ്പെടുവിക്കണമെന്ന് ദേശത്തിലെ സകല അധ്യക്ഷന്മാരും സ്ഥാനാധിപതികളും പ്രധാന ദേശാധിപതിമാരും മന്ത്രിമാരും ദേശാധിപതിമാരും കൂടി ആലോചിക്കുന്നു. ആകെ രാജാവി വേദിന്റെയും പാസിന്റെയും നീക്കം വരാത്ത നിയമപ്രകാരം മാറ്റം വരാത്ത ആ വിരോധകൽപ്പന ഉറപ്പിച്ച് രേഖ എഴുതിക്കണമേ എന്ന് ഒരു വലിയ തന്ത്രം അത് രാജാവ് അല്ലെങ്കിൽ അങ്ങനെ അതിന് ആ കൽപ്പന പുറപ്പെടുവിച്ചു. ഇങ്ങനെ രേഖ എഴുതിയിരിക്കുന്നത് കേട്ടപ്പോഴാണ് ദാനിയേല് അത് കണ്ട് ഭയപ്പെട്ടു പോകാതെ താൻ ദൈവത്തിനെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചത്. ഹല്ലേലൂയ. അത് നിനക്ക് നേരെ പല രേഖകളും പലതും ഈ ദേശം, ലോകം, രാജ്യം, രാഷ്ട്രങ്ങൾ, അന്ധകാര ശക്തികൾ, സാത്താന്യ ശക്തികൾ ഇവിടുത്തെ നിയമങ്ങൾ എഴുതിയേക്കാം. ഹല്ലേലൂയ. നിന്നെ തകർക്കാൻ. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ദാനിയേലിനെ പോലെ പ്രാർത്ഥിക്കാൻ കഴിയണം. വിശ്വസ്തനായി നിന്നുകൊണ്ട്, ഉത്കൃഷ്ട മാനസനായി നിന്നുകൊണ്ട്, തെറ്റുകൂടാതെ കുറവ് കൂടാതെ, നമ്മൾ കളവുണ്ടാകാതെ സത്യസന്ധതയോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ ഹല്ലേലൂയ ആമേൻ രേഖയെ മാറ്റി എഴുതുവാൻ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. അവിടെ നിങ്ങൾ തകർന്നു പോകരുത്. എന്ന് പറഞ്ഞാൽ രാജ്യഭരണ ചുമതലയുണ്ടായിരുന്ന മൂവരിൽ ഒരുവൻ മാത്രമായിരുന്നു അന്ന് ദാനിയേൽ. എന്നാൽ ദൈവം അവന് നൽകിയ പ്രത്യേക കഴിവുകൾ മുഖാന്തരം അവനെ സർവ്വരാജ്യത്തിനും അധികാരിയാക്കുവാൻ രാജാവ് തീരുമാനിച്ചു. നമ്മളെ മാത്രം വായിച്ചല്ലോ. ഹല്ലേലൂയ. അപ്പൊ തന്മൂലം മറ്റുള്ളവരുടെ അസൂയയ്ക്കും അപ്രീതിക്കുവാൻ ബാധിപുത്രനായി പ്രത്യേകിച്ചും അവനൊരു വിദേശിയാകിയാൽ അവനെ എങ്ങനെയെങ്കിലും അപായപ്പെടുത്തുവാൻ അവർ തീരുമാനിച്ചു. ദാനിയേല് ബാബിലോൺകാരനെല്ലാം പ്രവാസത്തിലേക്ക് ചെന്നതാണ്. അതുകൊണ്ട് ബാബിലോണിലുള്ളവർ എന്ത് ചെയ്തു? ഇവനൊരു വിദേശിയല്ല, ഇവനെങ്കിലും അപായപ്പെടുത്തണം എന്നുള്ള തീരുമാനം. ഹല്ലേലൂയ. അപ്പൊ ഇസ്രായേലിനെതിരെ എന്നും ലോകം ഇങ്ങനെയാ. ഇന്ന് അത് തന്നെയാണ് ഇന്നും. ഇസ്രായേലിനും ദൈവജനത്തിനുമെതിരെ ഇന്നും ലോകം ഇതുപോലെ എതിരായിട്ട് നിൽക്കുകയാണ്. ഹല്ലേലൂയ. ഇന്നും കണ്ടില്ലേ ക്രൈസ്തവ പീഡനം ഇന്ത്യയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, ലോക രാജ്യങ്ങളിൽ ക്രൈസ്തവ പീഡനം വർദ്ധിക്കുന്നത്. ആമേൻ. ബാബിലോണിൽ വെച്ച് ദാനിയേലിനെ തകർത്ത് കളയുവാൻ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ദാനിയേലിനെതിരെ രേഖ എഴുതിച്ചെങ്കിൽ അതുപോലെ തന്നെയാണ് ഈ കാലഘട്ടത്തിലും ക്രൈസ്തവ സമൂഹത്തെ തകർക്കുവാൻ വേണ്ടിയിട്ട് പല രാജ്യങ്ങൾക്കകത്തും വിവിധമായ രേഖകൾ തയ്യാറാക്കുകയാണ്. ഹല്ലേലൂയ. ഇതൊന്നും കണ്ട് ക്രൈസ്തവ സമൂഹം ഭയപ്പെട്ടു പോകരുത് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ നടക്കും. ഹല്ലേലൂയ. ഇതൊക്കെ ഒരു ഈറ്റുനോവിന്റെ ആരംഭമാണെന്ന് എനിക്ക് പറയാനുള്ള വേദപുസ്തകം പറയുന്ന പോലെ നമ്മളിതൊന്നും കണ്ട് ഭയപ്പെട്ടു പോകണ്ട. ദാനിയേലിനെ പോലെ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. സുവിശേഷം എന്ന് പറയുന്ന തീനാളത്തെ കെടുത്തിക്കളയുവാൻ ഉലകത്തിൽ ഒരു ഗവൺമെന്റിന് കഴിയില്ല കേട്ടോ. സുവിശേഷം എന്ന് പറയുന്ന മഹാസത്യത്തെ അസത്യമാക്കി മാറ്റുവാൻ ഇവിടുത്തെ ഒരു മതങ്ങൾക്കും കഴിയില്ല. സുവിശേഷം പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ
ദൈവത്തിന്റെ ദാസന്മാരെ മുൻമൂല നാശം ചെയ്യുവാൻ കഴിയില്ല. സുവിശേഷം എന്ന് പറയുന്ന വചനത്തെ തകർക്കുവാൻ ഇവിടുത്തെ ഒരു സാത്താന്റെ തന്ത്രങ്ങൾക്ക് കഴിയില്ല. സുവിശേഷം മാത്രമേ ജയിക്കത്തുള്ളൂ. അത് മാത്രമേ ജയിച്ച ചരിത്രമുള്ളൂ. ഹല്ലേലൂയ. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ദാസന്മാരെ, ക്രൈസ്തവ മിഷന്മാരെ, കന്യാസ്ത്രീമാരെ വെറും ക്രൂരമായി ഉപദ്രവിച്ച് പീഡിപ്പിച്ച് മാനഭംഗപ്പെടുത്തിയവരെ വെറും മാരകമായ രീതി ക്രൂരമായി കൊന്നൊടുക്കിയാലും ഇത് വളരുക മാത്രം ചെയ്യും. വളരുന്നതാണ് സുവിശേഷം, തകരുന്നതല്ല. ഇത് തീനാളം പോലെ കത്തിക്കൊണ്ട് നിൽക്കുന്നതാണ്. ഹല്ലേലൂയ. ഈ പെന്തക്കോസ്ത് നാളിൽ മാർക്കോസിന്റെ മാളികമുറിയിൽ ഇറങ്ങി അവരുടെ കൂടിയിരുന്നവരിൽ പതിഞ്ഞ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ദൈവജനം അന്നും ഇന്നും പ്രസംഗത്തിലൊട്ടും ശുശ്രൂഷയിലൊട്ടും പുറകോട്ടല്ല, അവർ മുമ്പോട്ട് തന്നെയാണ്. അവരുടെ സുവിശേഷത്തെ തകർക്കാൻ ആർക്കും കഴിയില്ലെന്നേ. സുവിശേഷം സത്യം തന്നെയാണ്, അതിനപ്പുറത്തൊരു സത്യമില്ല. ഈ ലോകത്തിലൊരു സത്യമുണ്ടെങ്കിൽ സുവിശേഷം എന്ന് പറയുന്ന സത്യം, ആ സത്യത്തെ വളച്ചൊടിക്കുവാൻ, ആ സത്യത്തെ മാറ്റുവാൻ പലരും ശ്രമിച്ചു നോക്കുന്നു, നടക്കില്ല. സുവിശേഷം എന്ന് പറഞ്ഞാൽ അത് മാത്രമാണ് സത്യം. സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവാണ് യഥാർത്ഥ സത്യം. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 14:6 പറയുന്നത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന്. അത് വഴിയും സത്യവും ജീവനുമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തെ തകർക്കുവാൻ ഏത് ഭരണ സംവിധാനങ്ങൾക്ക് കഴിയും. ഹല്ലേലൂയ. നിങ്ങളുടെ ആയുധങ്ങളും കൊണ്ടൊന്നും ഞങ്ങൾക്ക് നേരെ പോരാടിയാൽ ഞങ്ങളിൽ ചിലരെ നിങ്ങൾക്ക് തകർക്കാൻ പറ്റും. ഞങ്ങളെപ്പോലെ 10,000 ദൈവം എഴുന്നേൽപ്പിക്കും. അതാണ് സുവിശേഷന്റെ മഹാത്മ്യം കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ശ്രോതാവേ, താങ്കളുടെ രക്ഷയ്ക്കുള്ളതാണ് സുവിശേഷം, താങ്കളുടെ നന്മയ്ക്കുള്ളതാണ് സുവിശേഷം, താങ്കളുടെ സമാധാനത്തിനുള്ള സുവിശേഷം. സ്തോത്രം. അതുകൊണ്ട് ദാനിയേലിനെ തകർക്കാൻ ശ്രമിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ ദൈവസഭയെ തകർക്കാൻ ശ്രമിക്കുന്നവർ പറയട്ടെ, ഞങ്ങൾ മുഴങ്കാലം മുടക്കി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഞങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കും. അതുകൊണ്ട് 68-ാം സംഗീതം 1-ാം വാക്യം വായിക്കും, ഇങ്ങനെ കാണുന്നുണ്ട്, ദൈവം എഴുന്നേൽക്കുമ്പോൾ അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു, പുക പതറിപ്പോകുന്നത് പോലെ അവർ പതറിപ്പോകാൻ കാരണമാകും. അതുകൊണ്ട് ഞങ്ങളുടെ ദൈവം എഴുന്നേറ്റാൽ നിങ്ങളൊക്കെ ചിതറിപ്പോകും. അതുകൊണ്ട് ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, രാജാവ് ദൈവത്തിന്റെ പ്രതിനിധിയായിട്ടാണ് ആ കാലഘട്ടത്തിൽ രാജ്യം ഭരിച്ചിരിക്കുന്നത്. ഇപ്പം ബാബിലോണിൽ ഭരിച്ച നെബൂഖദ്നേസർ രാജാവായിരുന്നല്ലോ, അദ്ദേഹത്തിന്റെ മകൻ ബേൽശസ്സറായിരുന്നാലും പിന്നീട് വന്ന കോരേശ് രാജാവായിരുന്നു, ദാരിയാവേശ് ആയിരുന്നു. അങ്ങനെ രാജാക്കന്മാരെല്ലാം ബാബിലോണിലുള്ളവരെന്താ ദൈവമായിട്ടാണ് കാണുന്നത്. ഇന്നും പല സംസ്ഥാനങ്ങൾ കേരളത്തിൽ ഒഴിച്ച് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങൾ നോക്കിയാൽ അവിടുത്തെ സംസ്ഥാനങ്ങൾ രാജ്യം ഭരിക്കുന്നവരെ ദൈവമായിട്ടാണ് പലരും കാണുന്നത്. എന്റെ ഏരിയ എന്നെ കേൾക്കുന്ന റോതാവി, മനുഷ്യന് ദൈവമാകാൻ പറ്റത്തില്ല, മനുഷ്യനെ ദൈവമാക്കാനും പറ്റത്തില്ല. നിങ്ങൾ പിടിച്ചൊരു മനുഷ്യനെ ദൈവമാക്കിയാൽ ആ ദൈവമായിട്ട് അവതരിച്ചു വരുന്നവനെ ദൈവത്തിന്റെ കോപം വരും, അവനെ ദൈവമായിട്ട് ആരാധിക്കുന്നവന്റെ കുടുംബത്തിന് ശാപം വരും. അല്ലേ? ആ കാലഘട്ടത്തിൽ എന്തുവാ, ദാരിയാവേശ് രാജാവിനെ ദൈവമായിട്ട് ജനം അംഗീകരിച്ചിരുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് രാജാവിനോട് അല്ലാതെ മറ്റാരോടും പ്രാർത്ഥിക്കാൻ കഴിയില്ല. 30 ദിവസത്തേക്ക് ദാരിയാവേശ് രാജാവിനോട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ആ ഒരു പ്രാർത്ഥനയാണ് ദാനിയേൽ വിസമ്മതിക്കുന്നത്. ഹല്ലേലൂയ. ദാനിയേലിനറിയാം, ഞാൻ വന്ന കാലഘട്ടത്തിൽ ഇവിടെ 3 രാജാക്കന്മാര് മാറിപ്പോയി. അടുത്ത രാജാവ് 4ആണ്. ഈ 4ാമത്തെ രാജാവായ ദാരിയാവേശ് ദൈവമല്ല. ഞാൻ സേവിക്കുന്ന ഒരു ദൈവമുണ്ട്, ഞാൻ ആരാധിക്കുന്ന ദൈവമുണ്ട്, എന്നെ സൃഷ്ടിച്ച ദൈവമുണ്ട്. അതുകൊണ്ട് ആ ദൈവത്തെ അല്ലാതെ ഞാൻ ദാരിയാവേശ് രാജാവിനെ ആരാധിക്കത്തില്ലാത്തതിന്റെ പേരിൽ ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇട്ടുകളയുവാൻ തീരുമാനമാണ്. അപ്പൊ ഇങ്ങനെ അല്ലെങ്കിൽ ജീവുള്ള ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച ദാനിയേൽ അതിൽ കുലുങ്ങിയിൽ. അവൻ നേരത്തെ ചെയ്തു വന്നതുപോലെ ദൈവത്തിനെ പ്രാർത്ഥിച്ചു പോന്നു. ഹല്ലേലൂയ. വൈരികൾ ആരോപണമായി രാജാവിനെ സമീപിച്ചു. രാജാവിന് ദാനിയേലിനെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാനായില്ല. മീദ്യന്റെയും പാർശ്വരുടെയും മാറ്റമില്ലാത്ത നിയമം മാറ്റുവാൻ അതിൽ ഒപ്പുവെച്ച രാജാവിന് പോലും അല്ലെങ്കിൽ ഒപ്പുവെക്കാൻ രാജാവിന് കഴിയുമായിരുന്നു. രാജാവ് ഇതൊക്കെ ചെയ്യണം. ഹല്ലേലൂയ. എന്നിട്ട് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഹല്ലേലൂയ, അങ്ങനെ തീച്ചൂളയിൽ നിന്നും വിടുവിച്ചു കൊണ്ടുവന്ന ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ അവിടെ നിൽക്കുമ്പോൾ ദാനിയേലിനും അറിയാം, എന്റെ സഹോദരന്മാരായിരിക്കുന്ന
ആമേ ശത്രുഘ്നെ ശബീദ്രോഹിനെ ഇതിനു മുമ്പ് തീച്ചൂളിൽ ഇട്ട് കളഞ്ഞെന്തിന് സാമെ ദൂരാ സമൂഹം തീർത്തിക്ക് നെബൂഖദ്നേസറിന്റെ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കത്തില്ലെന്ന് പറഞ്ഞതുകൊണ്ട് അവരെ തീയിലിട്ട് കളഞ്ഞവരാണിവർ. അതുകൊണ്ട് അല്ലെങ്കിൽ ആ തീയിലിട്ട് കളഞ്ഞെങ്കിൽ തീയിൽ നാലാമായിട്ട് ഇറങ്ങി വന്ന് എൻ്റെ സഹോദരന്മാരെ, എൻ്റെ സുഹൃത്തുക്കളെ തീയിൽ നിന്ന് വിടുവിച്ചൊരു ദൈവമുണ്ട്. അതുകൊണ്ട് എനിക്കെതിരെ രേഖ എഴുതി എന്നെ സിംഹത്തിന്റെ കുഴിയിൽ കൊണ്ടയിട്ട് കളഞ്ഞാലും ഞാൻ രാജാവിനെ സ്തുതിക്കത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, എന്നെ കേൾക്കുന്ന ശ്രോതാവേ, ഏക സത്യ ദൈവമായിരിക്കുന്ന യേശുവിനെ വേണം നീ സ്തുതിക്കാൻ, മഹത്വപ്പെടുത്തുവാൻ. ഈ ഭൂമിയിലുള്ള ഒരു രാഷ്ട്രീയ നേതാക്കന്മാരും ദൈവമല്ല. പ്രത്യേകിച്ച് തമിഴ്നാട് തുടങ്ങിയ മറ്റു പ്രദേശം നോക്കിയാൽ അവിടെയുള്ള രാഷ്ട്രീയക്കാരൊക്കെ ദൈവമാണ്. ഇന്ന് ഇന്ത്യയുടെ പല പ്രതിനിധികളും പല അധികാരികളും ദൈവമായിട്ട് മാറാൻ ശ്രമിക്കുക. മനുഷ്യന് ദൈവമാകാൻ പറ്റത്തില്ല. ദൈവം മനുഷ്യനെ ദൈവമാക്കിയിട്ടുമില്ല. മനുഷ്യൻ സ്വയം ദൈവത്തെ സ്വീകരിച്ചുകൊണ്ട് ഭൂമിയിൽ വരുമ്പോൾ ഓർത്തോണം, അവൻ സാത്താന്റെ ആത്മാവാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് മനുഷ്യനല്ല ദൈവം, സൃഷ്ടാവായി ദൈവം ഉയരത്തിൽ ഉന്നതങ്ങളിൽ സ്വർഗത്തിൽ വസിക്കുന്ന അവനെ അല്ലാതെ വേറെ ഒരു രാജാവിനെ ആരാധിക്കരുത്. നീ ഭൂമി മനുഷ്യനെ ആരാധിക്കും, ഭൂമി മനുഷ്യനെ ദൈവത്തെ കൊടുക്കും, അവനെ ദൈവമായിട്ട് കാണുമ്പോൾ അത് നിനക്ക് നിന്റെ കുടുംബത്തിന് ശാപമാണ്. ഹല്ലേലൂയ. നീ ശാപത്തിലേക്ക് പോകരുത്. അത് മുഖാന്തരം നിന്റെ കുടുംബത്തിൽ ശാപം വരാതിരിക്കണമെങ്കിൽ സൃഷ്ടമായി ദൈവത്തെ നീ തിരിച്ചറിയണം. ഹല്ലേലൂയ. സൃഷ്ടമായി ദൈവത്തെ മനുഷ്യൻ മാറ്റിവെച്ചിട്ടാണ്, മാറ്റി നിർത്തിയിട്ടാണ് സൃഷ്ടികൾക്ക് ദൈവത്വം കൊടുത്തത്. അതുകൊണ്ട് സൃഷ്ടികളെയെല്ലാം മനുഷ്യൻ വെച്ച് ആരാധിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, നീ സത്യത്തിലേക്ക് മടങ്ങുക. ഞാനല്ലാതെ അന്യ ദൈവം നിനക്കുണ്ടാകരുതെന്ന് പുറപ്പാട് പുസ്തകം 20:2 കാണുന്നുണ്ട്. മീതെ സ്വർഗത്തിലോ വെള്ളത്തിന് 7 ഭൂമിയിലോ ചലിക്കുന്ന യാതൊരു പ്രതിമ ഉണ്ടാക്കരുതെന്ന്. ഹല്ലേലൂയ. അപ്പം വിഗ്രഹങ്ങൾ ഒഴിഞ്ഞിരിക്കണം. വിഗ്രഹങ്ങളെ സേവിക്കാൻ പാടില്ല. മനുഷ്യ ദൈവങ്ങളെ സേവിക്കാൻ പാടില്ല. ഭൂമി സൃഷ്ടികളൊന്നും ദൈവമല്ല, സൃഷ്ടാവ് ഒരുവൻ മാത്രം, അവൻ യേശുക്രിസ്തു മാത്രം. ഹല്ലേലൂയ. ഞങ്ങൾ ഈ സത്യവിശേഷം പറയുന്നേ. ഹല്ലേലൂയ. ഈ സുവിശേഷം പറയുന്നതിനകത്ത് ഞങ്ങൾ ഭയങ്കര സന്തോഷമുള്ളവരെ. കാരണം ഞങ്ങൾക്ക് ജീവൻ തന്ന്, ഞങ്ങൾക്ക് നന്മ തന്ന്, നിത്യത സുബോധം തന്ന്, ഞങ്ങളുടെ മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ഒക്കെ ഞങ്ങൾക്ക് പ്രത്യാശ തന്നത് ഈ പുസ്തകമാണ്, ഈ സത്യവേദ പുസ്തകമാണ്. അതിനെ നിങ്ങൾ തകർക്കാൻ ശ്രമിക്കരുത്. അതിനെ തകർക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അപ്പൊ എന്തുകൊണ്ട് ദാനിയേൽ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു? ഹല്ലേലൂയ. ഇസ്രായേലിയർക്ക് 3 പിതാക്കന്മാർ ഉണ്ട്. അവര് അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് ആയിരുന്നു. ദാനിയേൽ എന്തുകൊണ്ട് 3 പ്രാവശ്യം ഡെയിലി 3 പ്രാവശ്യം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു എന്നൊരു ചോദ്യം ഇരിക്കുമ്പോൾ ദാനിയേലും എൻ്റെ പിതാക്കന്മാർ 3 പേർ, ഒന്ന് അബ്രഹാം, ഇസഹാക്ക്, യാക്കൂബ്, ഇവരെല്ലാം പ്രാർത്ഥിക്കുന്നവരായിരുന്നു എന്ന് പറഞ്ഞ ഉൽപ്പത്തി പുസ്തകം 19:27 വായിക്കുമ്പോൾ അബ്രഹാം അതിരാവിലെ പ്രാർത്ഥിച്ചു എന്നുള്ളത് കാണാൻ കഴിയും. ഹല്ലേലൂയ. ഇവിടെ എഴുതിക്കുന്നു, അബ്രഹാം രാവിലെ എഴുന്നേറ്റ് താൻ യഹോവയുടെ സന്നിധിയിൽ നിന്നിരുന്ന സ്ഥലത്ത് ചെന്നു. അപ്പം അബ്രഹാം രാവിലെ പ്രാർത്ഥിക്കുന്നവരായിരുന്നു. ദാനിയേലിന് അത് അറിയാം. രണ്ടാമത്തെ കാര്യം നോക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 24:63 വരുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. വൈകുന്നേരത്ത് ഇസഹാക്ക് ധ്യാനിപ്പാൻ വെളിപ്രദേശത്ത് പോയിരുന്നു എന്ന് കാണാൻ കഴിയുന്നത്. അപ്പൊ അബ്രഹാം രാവിലെ പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ ഇസഹാക്ക് വൈകിട്ട് വെളിപ്രദേശത്ത് പ്രാർത്ഥിക്കുന്നു എന്ന് കാണാൻ കഴിയും. മൂന്നാമത്തെ ഒരു പ്രാർത്ഥന വീരനാണ് യാക്കോബ് എന്ന് പറയുന്നത്. യാക്കോബിനെ കുറിച്ച് വേദപുസ്തകം പറയുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 32:24 വായിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. യാക്കോബ് തനിയെ ശേഷിച്ച് അപ്പോൾ ഒരു പുരുഷൻ ഉഷസാകുമ്പോൾ അവരോട് മല്ല് പിടിച്ചു. യാക്കോബിനെ ജയിക്കില്ല എന്ന് കണ്ടപ്പോൾ ആ പുരുഷൻ അവന്റെ തുടയുടെ തടം തൊട്ടു. ആകയാൽ അല്ലെങ്കിൽ അവരോട് മല്ല് പിടിക്കുക, യാക്കോബിന്റെ തുടയുടെ തടം ഉടുക്കിപ്പോയി എന്ന് പറഞ്ഞാൽ യാക്കോബിന്റെ പ്രാർത്ഥന രാത്രിയിലായിരുന്നു. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ 3 വ്യത്യസ്തമായ പ്രാർത്ഥനകൾ. ഒന്ന്, അബ്രഹാം രാവിലെ പ്രാർത്ഥിക്കുന്നു. 2, അല്ലെങ്കിൽ ഇസ്ഹാക്ക് വൈകുന്നേരത്ത് വെളിപ്രദേശത്ത് പോയി പ്രാർത്ഥിക്കുന്നു. 3, യാക്കോബ് അർദ്ധരാത്രിയിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഈ പ്രാർത്ഥനയെ കുറിച്ച് നല്ല ബോധ്യം ഉണ്ടായിരുന്ന ദാനിയേൽ താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധി സ്തോത്രം ചെയ്തു എന്ന് കാണുന്നത്. അപ്പം പിതാക്കന്മാർ ചെയ്ത പ്രാർത്ഥന, പിതാക്കന്മാർ പ്രാർത്ഥിച്ച പ്രാർത്ഥന ദാനിയേൽ ഏറ്റെടുത്തു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ മക്കളെ നീ പ്രാർത്ഥനയിലേക്ക് കൊണ്ടുവരണം.
അബ്രഹാം, ഇസഹാക്കും യാക്കോബും പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടി ദാനിയേൽ കണ്ട് ദാനിയേലും അല്ലേലൂയ ഭാവിയിൽ പ്രവാസത്തിലിരിക്കുമ്പോൾ ഭാവിയിലെ സകല ദേശാധിപതിമാരും അധ്യക്ഷന്മാരും എല്ലാം ദാനിയേലിനെ തകർക്കുവാൻ, അവനെ ഇല്ലായ്മ ചെയ്യുവാൻ, ചൂഷണം ചെയ്യുവാൻ, ആമെ കൊന്നൊടുക്കാൻ വേണ്ടി തന്ത്രങ്ങൾ മെനഞ്ഞപ്പോൾ പിതാക്കന്മാരുടെ പ്രാർത്ഥനയെ ആമെ ജീവിതത്തിൽ ഓർത്തുകൊണ്ട് ദാനിയേലും പ്രാർത്ഥിച്ചത് മുഖാന്തരം സിംഹത്തിന്റെ കുഴിയിൽ നിന്ന് ദാനിയേലിന് മോചനം കിട്ടി. അത് നീ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, നീ പ്രാർത്ഥിക്കുന്നവളാണെങ്കിൽ നിന്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും. നീ പ്രാർത്ഥിക്കാതിരുന്നാൽ നിനക്ക് യാതൊരു മറുപടി ഉണ്ടാകത്തില്ല. മാത്രമല്ല, നീ സൃഷ്ടികളോടല്ല പ്രാർത്ഥിക്കേണ്ടത്, സൃഷ്ടാവിനോട് പ്രാർത്ഥിക്കണം. ഇന്ന് പലരും സൃഷ്ടികളോടാ പ്രാർത്ഥിക്കുന്നത്. എന്നെ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ പാസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന, കുടുംബം തകർന്ന് കിടക്കുക. അപ്പൊ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ അല്ലെ അവരോട് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവര് വല്ലാത്ത കെട്ടപ്പെട്ട് കിടക്കുക, വളഞ്ഞും പുളഞ്ഞും ഒക്കെ ആയിട്ട് അവരുടെ ജീവിതം. നമ്മൾ ഈ റോഡ് കണ്ട് വളഞ്ഞ് തിരിഞ്ഞ് ഒക്കെ കിടക്കുന്നത് പോലെ കുണ്ടും കുഴിയായിട്ട് കിടക്കുന്നവരാ പലരുടെയും പ്രാർത്ഥനാ ജീവിതം. ഞാൻ സൗകര്യ സുവിശേഷം പറഞ്ഞു, സത്യവേ ദൈവത്തെക്കുറിച്ച് പറഞ്ഞു. നിങ്ങൾ ആരോട് പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചാൽ എങ്ങനെ മറുപടി കിട്ടും, പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ സൗകര്യം പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ആ സൗകര്യം മുമ്പേ ചെയ്തു വന്ന പല തെറ്റുകളും എന്നോട് പറഞ്ഞ് ഞാൻ തിരുത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ ദാനിയേലിനെ പോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി നിങ്ങളുടെ ദൈവസേന സ്തോത്രം ചെയ്ത്, നിങ്ങളുടെ കർത്താവായ യേശുവിനെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാൽ വിഷയങ്ങൾക്ക് മറുപടി നൽകുമെന്ന്. അതേപോലെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ഒരു ദൈവമുണ്ട്. അപ്പൊ ഈ പ്രാർത്ഥന ദാനിയേലിന് അറിയാം, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബിന്. അതുകൊണ്ട് ദാനിയേൽ പ്രാർത്ഥിച്ചു. ദാനിയേൽ മുൻ പിതാക്കന്മാരുടെ പ്രാർത്ഥനകളെ തന്റെ പ്രാർത്ഥന നേരമാക്കിക്കൊണ്ട് മുൻ പിതാക്കന്മാരുടെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി അല്ലെ അവരുടെ പിതാക്കന്മാരുടെ അവകാശം നിന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അല്ലേ, നമ്മൾ പ്രാർത്ഥിക്കേണ്ടവരെ ദൈവത്തോടാണ്. പുതിയ നിയമത്തിലും ദൈവത്തോട് പ്രാർത്ഥിക്കണ ഒരു വചനമുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 10 വരുമ്പോൾ കൊർന്നേലിയോസിന്റെ അല്ലെങ്കിൽ നമ്മൾ കുടുംബ ജീവിതത്തെ കുറിച്ച് പഠിക്കുമ്പോൾ കൊർന്നേലിയോസ് ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ അപ്പോസ്തല 10 അധ്യായം വായിച്ചാൽ ദൈവത്തോട്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ദൈവത്തോട്. ഈ കാണുന്ന അണ്ടഘടാകത്തെ, അഖിലാണ്ടത്തെ മുഴുവൻ സൃഷ്ടിച്ച് ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ അടക്കി ഭരിക്കുന്നവൻ, ഈ പ്രകൃതി എത്ര മനോഹരമായി നിർത്തിയിരിക്കുന്ന വൃക്ഷലതാദികൾ കൊണ്ട് അലങ്കരിച്ച് വളരെ മനോഹരമായി നിർത്തി, അതിൽ കോടാനുകൂടി ജനങ്ങളെ തന്ന്, പക്ഷിപ്രജാതികളെ തന്ന്, ഭൂമിയിൽ വേണ്ടുന്നത് എല്ലാത്തിനും തന്ന്, സകലത്തെ നിയന്ത്രിക്കുന്ന, ഭൂമിയെ പ്രകാശിപ്പിക്കുക, സൂര്യനെ രാത്രി പ്രകാശിക്കും, ചന്ദ്രന്റെ നക്ഷത്രങ്ങളെ തന്ന് മനുഷ്യന് ശ്വസിക്കുവാൻ വായു തരുന്ന, മനുഷ്യന്റെ ജീവിതത്തിന് എല്ലാ ആവശ്യങ്ങളും നൽകിത്തരുന്ന സൃഷ്ടാവ് ഒരുവൻ മാത്രം ദൈവം. അവനെ മാത്രമേ ആരാധിക്കാവൂ. അവനെ മാത്രം. അതുകൊണ്ടാണ് ദാനിയേല് ബാബിലോണിൽ രാജാവിനോട് പ്രാർത്ഥിക്കാതിരുന്നത്. ദാനിയേലറിയാൻ ദാര്യാവേശ് രാജാവ് ബാബിലോണിന്റെ രാജാവാ, ആ രാജ്യത്തിന്റെ രാജാവാ. ആ രാജാവ് രാജ്യത്തിന് മാത്രമാ. എന്ന സകല രാജ്യങ്ങളിലും രാജാവായ ഒരുവനുണ്ട്, രാജാതി രാജാവുണ്ട്. അത് സ്വർഗത്തിൽ വസിക്കുന്നവനാ. അവനാണ് യഥാർത്ഥ രാജാവ്. അതുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ വസിക്കുന്ന ദൈവത്തോടല്ലാതെ, സ്വർഗീയ രാജാവിനോടല്ലാതെ ഞാൻ പ്രാർത്ഥിക്കയില്ല. ബാബിലോണിലെ ദാര്യാവേശിനോട് പ്രാർത്ഥിക്കത്തില്ല. എന്നെ കേൾക്കുന്ന സ്നേഹിത, രാഷ്ട്രീയ നേതാക്കന്മാരെ, സിനിമാ നടന്മാരെ, കായിക താരങ്ങളെ, ജനപ്രിയ നായകന്മാരെ ദൈവമായി വെച്ചിട്ട് നീ ഇവിടുത്തെ മറ്റുള്ളവരെ നിന്റെ ജീവിതത്തെ ആരാധകയെ വെച്ചിട്ട് നീ അവരോടല്ല പ്രാർത്ഥിക്കേണ്ടത്, നീ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കുവാൻ ആരാണ് വേണ്ടത്? സൃഷ്ടാവായ ദൈവം. നിന്റെ സൃഷ്ടാവിനോട് നീ പ്രാർത്ഥിക്കണം. അല്ലേ? അതുകൊണ്ട് സഭാപ്രസംഗമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 12-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ നിന്റെ യൗവനകാലത്ത് സൃഷ്ടാവിനെ ഓർത്തു കൊടുക്കാന്നാ. അല്ലെങ്കിൽ ദുർദിവസങ്ങൾ നിനക്ക് വരും. ഇന്നത്തെ നിന്റെ ഈ അഴകും സൗന്ദര്യവും സാമർഥ്യവും കഴിവും തന്റെയും എല്ലാം പോകും. നിന്റെ അവസ്ഥ മാറും. നിന്റെ ഈ രക്തത്തിളപ്പൊക്കെ ഒന്ന് മാറി നിന്റെ ജീവിതത്തിനകത്ത്, നിന്റെ ശരീരത്തിൽ മാറ്റങ്ങൾ വരുന്ന ഒരു സമയമുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, യൗവന കാലത്ത് നിന്റെ സൃഷ്ടാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. സഭാപ്രസംഗി പറഞ്ഞതുപോലെ ദാനിയേൽ തന്റെ യൗവന പ്രായത്തിൽ സ്തോത്രം ബാബിലോണിലേക്ക് പ്രവാസത്തിൽ പോയെങ്കിലും ആ പ്രവാസ ജീവിതം അവനോട് നയിക്കുമ്പോഴും ദാനിയേലിനെതിരെ ഒരുപാട് ശത്രുക്കൾ എഴുന്നേറ്റപ്പോഴും യൗവനത്തിൽ സൃഷ്ടാവിനെ സ്തുതിച്ച ദാനിയേല് ഇപ്പൊ ബാബിലോണിൽ വാർദ്ധക്യത്തിലായപ്പോഴും
ഹല്ലേലൂയ. ദാനിയേൽ ദൈവത്തോടെ പ്രാർത്ഥിക്കത്തുള്ളൂ. ഹല്ലേലൂയ. അതെ, നീ ദൈവത്തോട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തിന് കൊടുക്കുന്നൊരു മഹത്വമാണ്. ഹല്ലേലൂയ. ഈ സ്വർഗത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന, ഈ ഭൂമിയെ മുഴുവൻ നിയന്ത്രിക്കുന്ന, സകല ചരാചരങ്ങളെ നിയന്ത്രിക്കുന്ന ദൈവം ഒരുവൻ മാത്രം. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലപ്രവൃത്തിയിൽ ഇങ്ങനെ എഴുതി വെച്ചത്, മറ്റൊരുത്തനിലും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല എന്ന് അപ്പോസ്തലപ്രവൃത്തി 4:12 എഴുതിയിട്ടുണ്ട്. മറ്റൊരുത്തനും രക്ഷയില്ല. ശ്രോതാവി, മറ്റൊരുത്തനും രക്ഷയില്ല. മറ്റൊരുത്തനും രക്ഷ പ്രാപിക്കാൻ കഴിയത്തില്ല. നിനക്ക് രക്ഷപ്പെടുവാൻ, രക്ഷ പ്രാപിപ്പാൻ, നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുവാൻ, നിന്റെ സങ്കടങ്ങളെ മാറ്റുവാൻ, ദുഃഖങ്ങളെ മാറ്റുവാൻ, നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുവാൻ സൃഷ്ടികൾക്ക് ഒന്നിനും കഴിയില്ല. ഒരു സൃഷ്ടിക്കും കഴിയത്തില്ല. നിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുക സൃഷ്ടമായ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് ദാവീദ് രാജാവിനും തന്റെ ഭരണകാര്യങ്ങൾ നടത്തുന്ന വളരെ ചുമതലയും ഉത്തരവാദിത്വം ഉണ്ടായിരുന്നിട്ടും ദാവീദ് രാജാവും ദിവസം 3 നേരം പ്രാർത്ഥിച്ചിരുന്നു. ഹല്ലേലൂയ. അപ്പൊ അബ്രഹാം ഇസഹാക്കും ഹല്ലേലൂയ, യാക്കോബും ഒക്കെ ഹല്ലേലൂയ പ്രാർത്ഥിച്ചിരുന്നു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞവരെ പിതാക്കന്മാരെ അനുകരിച്ചുകൊണ്ട് ദാനിയേലും ദിവസം 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. ആ ദാനിയേലിന്റെ പ്രാർത്ഥന പോലെ തന്നെ ദാവീദ് രാജാവും രാജ്യഭാരം ഉണ്ടായിരുന്നിട്ടും ദിവസം 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു എന്നാണ്. ദാനിയേല് പ്രാർത്ഥിച്ചു പോലെ ദാവീദ് പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നത്, സങ്കീർത്തന പുസ്തകം 55-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നത്, ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും, അവൻ എന്റെ പ്രാർത്ഥന കേൾക്കും. ദാവീദ് പറഞ്ഞാൽ വൈകുന്നേരത്തും ഉച്ചയ്ക്കും, ഹല്ലേലൂയ, വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. അല്ലേ? അപ്പൊ നിനക്ക് സമയം കിട്ടുമ്പോഴെല്ലാം നീ പ്രാർത്ഥിക്കണം. ദാവീദിനെ കുറിച്ച് പറയാൻ, ദാവീദ് അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് സ്തോത്രം ചെയ്യുമായിരുന്നു. ഹല്ലേലൂയ. ദിവസം 7 പ്രാവശ്യം ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. തനിക്ക് സമയം കിട്ടുമ്പോഴെല്ലാം രാജ്യഭാരങ്ങളും ഉത്തരവാദിത്തങ്ങളും കടമകളും ഒക്കെ ഉണ്ടെങ്കിലും അതിന്റെ എല്ലാം നടുവിൽ പ്രാർത്ഥിക്കുന്നവനായിരുന്നു ദാവീദും. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിച്ചവരാരും പരാജിതരായിട്ടില്ല. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിത, എന്തെല്ലാം ജീവിത സാഹചര്യങ്ങൾ നിനക്കുണ്ടായിരുന്നാലും ഒഴിവ് കഴിവ് പറഞ്ഞ് നീ മാറിപ്പോകാതെ, നിന്റെ പദവിയിൽ നീ ഇരിക്കുമ്പോഴും നീ ദൈവത്തോട് പ്രാർത്ഥിക്കണം. പലരും പ്രാർത്ഥനയ്ക്ക് വിളിച്ചാൽ പല ഒഴിവ് പറഞ്ഞ് മാറിപ്പോവുക. പാസ്റ്റർ, എനിക്ക് അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം, അവിടെ പോകാനുണ്ട്, ബിസിയുടെ, നാളെ വീട്ടിൽ ആൾ വരും, ഒരു കല്യാണമുണ്ട്, ഒരു കയറിത്താമസമുണ്ട്, സഹോദരൻ വരാനുണ്ട്, സഹോദരി പറഞ്ഞാൽ അവർ വീട്ടിൽ 2-3 പേര് വരും, 2-3 ഗസ്റ്റുകളുണ്ട്. എന്തെല്ലാം ഒഴിവ് ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ആൾക്കാർ പറയുന്നില്ലേ പ്രാർത്ഥനയ്ക്ക്. എന്നാൽ ടിവിയുടെ മുമ്പിൽ ഇത് സീരിയൽ കാണാൻ വിളിച്ചാൽ അവർ കൂട്ടി വരും കേട്ടോ. സീരിയൽ കാണാൻ, സിനിമ കാണാൻ, റിയാലിറ്റി ഷോ, കോമഡി കാണാനൊക്കെ വിളിച്ചാൽ അതിനൊരു മടിയില്ലാതെ വരും. ഹല്ലേലൂയ. ഇന്ന് ഏറ്റവും കൂടുതൽ സിനിമ കാണുന്ന വിശ്വാസികളാണ്, ബന്ധക്കോസ് വിശ്വാസികളാണെന്ന് എനിക്ക് തോന്നുന്നത്. മറ്റുള്ളവരും കാണും കേട്ടോ. ഞങ്ങളെ ഈ ഓരോ വീട് സന്ദർശനം ചെല്ലുമ്പോൾ, വിശ്വാസികളുടെ വീട്ടിലാണ് മിക്കവാറൊക്കെ ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോഴെല്ലാം ടിവിയിലെ സിനിമയാണ് കാണാറുള്ളത്. ഞാൻ ചെന്ന വീട്ടിലെല്ലാം ടിവിയിലെ സിനിമയാണ്. എന്റെ സഭയിലെ വിശ്വാസികൾ തന്നെയില്ല, മറ്റു സഭയിലെ വിശ്വാസികൾ വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെയും സിനിമയാണ് കാണുന്നത്. നീ മാനസാന്തരപ്പെടണം വിശ്വാസിയെ. നീ മാനസാന്തരം, ദൈവ പാസ്സായിരുന്നാലും വിശ്വാസിയെ നീ മാനസാന്തരപ്പെടണം. ദൈവം നിനക്ക് വിശ്വാസി എന്നുള്ള പേര് തന്നത്, ദൈവം നിനക്ക് രക്ഷ തന്നത്, ദൈവം നിനക്ക് മാനസാന്തരം തന്നത്, ദൈവം നിന്നെ സഭയുടെ ഇടനാക്കി വെച്ചത്, ദൈവം നിന്നെ സഭയ്ക്കകത്ത് വിശ്വാസിയാക്കി വെച്ചത്, ഒരപ്പത്തിന്റെ അംശയാക്കി വെച്ചത്, ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാക്കി നിന്നെ മാറ്റിയത്, നീ കർത്താവിന്റെ മണവാട്ടിയായി ദൈവം നിന്നെ തെരഞ്ഞെടുത്തത് നീ സിനിമ കാണാൻ വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ നീ സീരിയൽ കാണാൻ വേണ്ടിയിട്ട്, റിയാലിറ്റി ഷോ കാണാൻ വേണ്ടിയിട്ടല്ല. കർത്താവ് നിന്നെ മണവാട്ടിയെ തെരഞ്ഞെടുത്തത് മണവാട്ടി മണവാളന്റെ ഇഷ്ടം ചെയ്യണം. ഹല്ലേലൂയ. മണവാട്ടി മണവാളന്റെ ഇഷ്ടം ചെയ്യണം. അതുകൊണ്ട് മണവാളൻ എന്താഗ്രഹിക്കുന്നതോ അതായിരിക്കും നീ കൊടുക്കേണ്ടത്. നിങ്ങൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച ആളല്ലേ? ഹല്ലേലൂയ. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച ആൾ, നിങ്ങൾ ഭാര്യ ഭർത്താവായിട്ട് ജീവിക്കുമ്പോൾ മണവാട്ടി എന്ന ഭാര്യ ഇതിന് ഭർത്താവിന്റെ ഇഷ്ടം ചെയ്യണം. ഹല്ലേലൂയ. ഭർത്താവിന്റെ ഇഷ്ടം ചെയ്ത് വേണം ജീവിക്കാൻ, ഭർത്താവിന്റെ ഇഷ്ടത്തിന് വേണം നിൽക്കാൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ മണവാട്ടി അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ഇഷ്ടം അറിഞ്ഞു വേണം നിൽക്കാൻ എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ ഇഷ്ടം അനുസരിച്ച് നിൽക്കാതെ മറ്റൊരാളുടെ ഇഷ്ടം അനുസരിച്ചാൽ അതിന് പരസംഗമൊന്നും അല്ലെങ്കിൽ വ്യഭിചാരം എന്നൊക്കെ പറയും. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ സൃഷ്ടമായ ദൈവത്തെ
നീ അറിഞ്ഞിട്ടും ദൈവം നിന്നെ വേർതിരിച്ചിട്ടും ദൈവഭവനത്തിന്റെ അംഗമാക്കി മാറ്റിയിട്ടും കർത്താവ് നിന്നെ നിർമ്മല കന്യകയായി വിവാഹം നിശ്ചയം ചെയ്ത് ഉറപ്പിച്ച് നിന്നെ ഭൂമിയിൽ അവന്റെ മണവാട്ടിയായിട്ട് നിർത്തിയിട്ടും അവന്റെ വരവേണ്ടി കാത്തിരിക്കും. നീ സിനിമ കാണുന്നുണ്ടെങ്കിൽ അത് പരസംഗം അല്ലെങ്കിൽ വ്യഭിചാരങ്ങളൊക്കെ പറയും. എന്ത് കണ്ടാലും അല്ലെങ്കിൽ നീ മാനസാന്തരം ഇതിനെ കേൾക്കുന്ന പെന്തക്കോസ്ത് വിശ്വാസികൾ മാനസാന്തരപ്പെടട്ടെ. നിനക്കുള്ളതല്ല സിനിമ, നിനക്കുള്ളതല്ല സീരിയൽ, നിനക്കുള്ളതല്ല റിയാലിറ്റി ഷോ, നിനക്കുള്ളതല്ല കോമഡി. അല്ലേരിയ സ്തോത്രം. അത് കാണുന്നവർ കാണട്ടെ, നീ അതിൽ വേറിട്ടിരിക്കണം. അല്ലേരിയ മാനസാന്തരം പടങ്ങി വരണം. നമ്മൾ സൃഷ്ടാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരായിരിക്കണം. നമ്മൾ കർത്താവിന്റെ മണവാട്ടിയല്ലേ. അല്ലേരിയ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നതൊക്കെ ഉള്ളതാണ്. എന്ത് തോന്നിയാലും എന്നെ സംബന്ധിച്ചൊന്നുമില്ല കേട്ടോ. അല്ലേരിയ ഞാൻ പറയാനുള്ളത് പറയും, ഏതാളുടെ മുമ്പിലും പറയും. അല്ലേരിയ കാരണം ഞാനിതൊക്കെ ചെയ്യാത്ത ആളാണ്. ഞാൻ സൃഷ്ടാവിനെ അറിഞ്ഞ് അവരെ മണവാട്ടി എന്നുള്ള പദവിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ദൈവത്തിന് ഇഷ്ടം. എന്താണ് മണവാളന്റെ ഇഷ്ടം? മണവാളന്റെ ഇഷ്ടം എന്ന് പറയുന്നത് ഇന്ന് നാം അധിവസിക്കുന്ന ഈ ഭൂമിയിൽ കോടാനുകൂടി ജനം പാപത്തിൽ വീണ് കിടക്കുന്നു, ശാപത്തിൽ വീണ് കിടക്കുന്നു, സാത്താനി ആരാധനയിൽ കുടുങ്ങിക്കിടക്കുന്നു. അവന്റെ രക്ഷയ്ക്ക് വേണ്ടി, നിത്യജീവന് വേണ്ടി നീ കണ്ണുനീരോടെ നീ പ്രാർത്ഥിക്കണം. പല ഭൂമിയിൽ പല രാജാക്കന്മാരും എഴുതിട്ടിരിക്കുന്നു, പല രാഷ്ട്രീയ നേതാക്കന്മാരും പല സിനിമാ താരങ്ങളും ദൈവങ്ങളായിട്ട് മാറിയിരിക്കുന്നു. അവരോട് ജനം പ്രാർത്ഥിച്ചുകൊണ്ട് അവരെ ദൈവമായിട്ട് കൊണ്ടു നടക്കുന്നു. അവനൊരു സുബോധം വരാൻ വേണ്ടി, സുബോധം വന്ന് മാനസാന്തരപ്പെട്ട് മടങ്ങി വരാൻ വേണ്ടി ദൈവത്തിന്റെ മണവാട്ടി അല്ലേരിയ നമ്മൾ ആ ജനത്തിന്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലേര് അതാണ് നമ്മുടെ ദൗത്യം. ഇതൊക്കെയാണ് നമ്മുടെ പിതാക്കന്മാരൊക്കെ ചെയ്തത്. അബ്രഹാമും ഇസഹാക്കും യാക്കോബും ദാനിയേലും ദാവീദും പൗലോസും പത്രോസും ഒക്കെ ചെയ്തത് അതാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നീ പ്രാർത്ഥനയ്ക്ക് മടങ്ങുക. എന്തുകൊണ്ട് നിന്റെ കുടുംബത്തിന്റെ കഷ്ടം മാറുന്നില്ല? എന്തുകൊണ്ട് നിന്റെ കുടുംബത്തിന് സങ്കടം മാറുന്നില്ല? നിന്റെ കുടുംബത്തിനകത്ത് എരുതിയിൽ വെള്ളമൊഴിക്കുന്ന പോലെ നിന്റെ കുടുംബം എരിഞ്ഞടങ്ങിക്കൊണ്ടിരിക്കുകയില്ലേ? സ്വസ്ഥമായിട്ട് നിനക്ക് കിടന്നുറങ്ങാൻ കഴിയുന്നുണ്ട്, ഒരു നേരത്തെ ആഹാരം നന്നിട്ട് കഴിക്കാൻ കഴിയുന്നുണ്ട്, കുടുംബ ജീവിതത്തിന്റെ സന്തോഷമുണ്ടോ? ഒന്നുമില്ലാതെ നീ ഇങ്ങനെ അലഞ്ഞെതിരിയാൻ കാരണം, നീ ഇങ്ങനെ കണ്ണുനീർ തൂകുന്നതിന്റെ കാരണം എന്താ? നിന്റെ കുടുംബത്തിന്റെ അടിസ്ഥാനം മറിഞ്ഞുപോയി. അതിന്റെ ഒരു പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയി, ആരാധന നഷ്ടപ്പെട്ടു പോയി, സ്തുതി സ്തോത്രം നഷ്ടപ്പെട്ടു പോയി. ആരോട് പ്രാർത്ഥിക്കണമെന്ന് നിനക്ക് അറിയില്ലാതായി പോയി. നീ പലരുടെയും പലരും പലതും പറയുന്നത് കേട്ടി നീ അങ്ങോട്ട് തിരിഞ്ഞു. പല മനുഷ്യ ദൈവങ്ങളെ നിന്റെ ദൈവങ്ങളാക്കി മാറ്റി. അത് നിന്റെ കുടുംബത്തിന്റെ ശാപമായി മാറി. ലേരിയ ദൈവം ഒരുവൻ പറ്റൂല. ഈ കാണുന്ന ഈ ലോകത്തിൽ കാണുന്ന 800 കോടിയിലധികം ജനത്തിനും ദൈവം ഒരുവൻ. അല്ലേരിയ ദൈവത്തിന് കൂട്ടുപങ്കാളികളൊന്നുമില്ല കേട്ടോ. അല്ലേലിയ സ്തോത്രം. ഒരു മാനസാന്തരപ്പെടാൻ. അതുകൊണ്ടാണ് ദാര്യാവേശ് രാജാവിനോട് പ്രാർത്ഥിക്കാതിരുന്നത്. ദാര്യാവേശ് രാജാവിനോട് പ്രാർത്ഥിക്കാത്തതിന്റെ ഫലമാണ് അല്ലേലിയ സ്തോത്രം, ദാനിയേലിന് സിംഹക്കുഴി കെട്ടിയത്. അല്ലേലിയ അവിടെ ദാനിയേൽ എന്ത് ചെയ്തു? പ്രാർത്ഥനയ്ക്ക് മാറ്റം വരുത്തില്ല, തന്റെ ജീവിതക്രമങ്ങൾക്ക് മാറ്റം വരുത്തിയൊന്നുമില്ല. അങ്ങനെ ദാനിയേലിനെ സിംഹത്തിന്റെ കുഴിയിൽ എറിഞ്ഞു കളഞ്ഞെങ്കിലും ദൈവം തന്റെ ദൂതനെ സിംഹത്തിന്റെ കുഴിയിലേക്ക് എറിഞ്ഞ് സിംഹത്തിന്റെ വായടച്ചു കളഞ്ഞു. രാവിലെ രാജാവ് വന്ന് ദാര്യാവേശ് രാജാവ് വന്ന് ദാനിയേലിനെ വിളിക്കുമ്പോൾ ദാനിയേൽ പറഞ്ഞു, രാജാവ് ദീർഘായുസ്സോടുകൂടി ഇരിക്കട്ടെ. അങ്ങനെ എന്ത് ചെയ്തു? രാജകൽപ്പനയാൽ വീണ്ടും ദാനിയേൽ സിംഹക്കുഴിയിൽ നിന്ന് കയറ്റി ദാനിയേലിനെ എടുത്തുകൊണ്ട് സിംഹക്കുഴിയിലേക്ക് പോയവർ ആ കുഴിയിൽ എത്തും മുമ്പേ സിംഹവരെ തവിടുപൊടിയാക്കിയെന്ന് നിങ്ങൾ ദാനിയേൽ ദിവസം 6-ാം അധ്യായം വായിച്ച കാണാൻ കഴിയും കേട്ടോ. നമ്മുടെ ദൈവം ആരാ? നമ്മുടെ ദൈവം ശക്തനായ ദൈവമാണ്. ഈ കാണുന്ന മുഴുവത്തെ അടക്കി ഭരിക്കുന്ന രാജാവ്, പരമാധികാരിയാണ് നമ്മുടെ കർത്താവ് കേട്ടോ. അപ്പൊ സകലത്തിന് പരമാധികാരി ആരാണ്? നമ്മുടെ കർത്താവ്. മനുഷ്യന്റെ കൈപ്പണിയായ ഒന്നിലും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകുന്നില്ല. മനുഷ്യന്റെ കൈപ്പണിയായ ഒന്നിലും, മനുഷ്യന്റെ കൈപ്പണിയായ ഒരാലയത്തിലും ദൈവമില്ല. ദൈവം വസിക്കുവാൻ വേണ്ടി ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്ന ദൈവത്തിന്റെ ആലയം, ദൈവത്തിന്റെ മന്ദിരം നമ്മൾ ഓരോരുത്തരുമാണ്. ദൈവത്തിനുമാണ്. അതുകൊണ്ട് 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം പറയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുമെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? അതെ, ദൈവത്തിന്റെ മന്ദിരം നമ്മളാണ്. ദൈവത്തിന്റെ ആത്മാവ് ദൈവം വസിക്കുന്നത് നമ്മളിലാണ്. അതുകൊണ്ട് നമ്മുടെ മന്ദിരത്തെ നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ മന്ദിരത്തെ അശുദ്ധമാക്കരുത്. ബാബിലോണിൽ കിടക്കുന്ന ഇസ്രായേൽ ജനം പ്രവാസത്തിൽ
70 വർഷം അവരവിടെ കിടക്കുന്ന ലേരിയ. ആ 70 വർഷം അവർക്ക് പ്രവാസമാണ്. അത് കഴിഞ്ഞവർക്ക് മടങ്ങിപ്പോയിച്ചുള്ളൂ. ഈ സമയം അത്രയും ലേരിയ ദാനിയേല് തന്റെ ദൈവത്തോടല്ലാതെ രാജാവോട് പ്രാർത്ഥിച്ചില്ല. ലേരിയ ഒരു രാജാവിനോട് നീ ഇവിടുത്തെ ഒരു രാഷ്ട്രീയക്കാരനെയും, ഒരു മത നേതാവിനെയും, ഒരു സാംസ്കാരിക നേതാവിനെയും, ഒരു ചലച്ചിത്ര താരത്തെയും, ഒരു ജനപ്രിയ നായകന്മാരെയും നീ ദൈവമായിട്ട് വെച്ച് ആരാധിക്കരുത്. പാപമാണ് ശ്രോതാവേ, അത് പാപം. നീ അത് ചെയ്യരുത്. നീ ചെയ്യുന്നത് മഹാശാപമാണ് നിന്റെ കുടുംബത്തിൽ. അല്ലേരിയ അതുകൊണ്ട് നീ മാനസാന്തരം മടങ്ങി പോവാൻ, നിന്റെ കുടുംബത്തിലെ കഷ്ടം മാറും. അതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞത് നിന്റെ എന്തുകൊണ്ടാണ് നിന്റെ പ്രശ്നം മാറാത്തതെന്ന്. നീ ആരാധിക്കുന്നത് ആരെയാ? ജനപ്രിയ നായകന്മാരെ ദൈവമായിട്ട് വെച്ച് ചെയ്യും. ലേലിയ സോദരം അല്ലേലിയ. എന്നോട് 1-2 വ്യക്തികൾ പറഞ്ഞു, ഞാൻ അവരുടെ പേര് പറഞ്ഞില്ല, ഞാനവരോട് പറഞ്ഞു ഞങ്ങളുടെ ദൈവം ഇവരൊക്കെയാന്ന് പറഞ്ഞു. ഞങ്ങളുടെ ദൈവം സിനിമാ താരങ്ങളെയൊക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞു ഞങ്ങളുടെ ദൈവം ആ നടനാണ്, ഈ നടിയാണ്. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ദൈവം അതാണ്, അവര് നിങ്ങൾക്ക് നല്ലത് തരും. അല്ലേലിയ സോദരം. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ഒരു കാലഘട്ടത്തിൽ പാപത്തിന്റെ ചതിക്കുഴിയിൽ വീണ് കിടന്ന എന്നെയൊക്കെ പാപത്തിന്റെ കുഴിയിൽ വീണ് മരണത്തോട് മല്ലടിച്ച് മരണത്തെ മുഖാമുഖയെ കണ്ട, ജീവിതത്തിൽ പരാജയപ്പെട്ട് നിന്ദിക്കപ്പെട്ട് അപമാനിക്കപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ടവനായി ഒന്നുമില്ലാത്തവനായി തീർന്നപ്പോൾ, മരണം മാത്രം മുമ്പിൽ നിന്നപ്പോൾ, ഹല്ലേലൂയ, ആമി എന്നെ വിടുവിച്ചൊരു ദൈവമുണ്ട്. അത് ആമി ദാരിയാവേശ് രാജാവിനെ പോലെ രാജാക്കന്മാരല്ല വിടുവിച്ചത്. പിന്നെ ആരാ വിടുവിച്ചത് അറിയോ? സ്വർഗാദി സ്വർഗത്തിൽ വസിക്കുന്ന 10,000 സുന്ദരനായിരിക്കുന്നു വെണ്മയെ ചുമപ്പോൾ എന്റെ കർത്താവാണ് എന്നെ രക്ഷിച്ചത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഈ പ്രഭാതത്തിൽ പറയുന്നു, നിന്നെ അലുയ വിളിച്ചു വേർതിരിച്ച ദൈവമുണ്ട്. ദാനിയേലിനെ പോലെ നിനക്ക് നേരെ രേഖ എഴുതിയിരിക്കുന്നു. നിന്റെ ദേശക്കാരും ജാറ്റക്കാരും നിന്റെ കുടുംബക്കാരും അയൽവാസികളും ബന്ധുമിത്രാദികളും ആമി നിന്നെ സ്നേഹിച്ചവരെല്ലാം നിനക്കെതിരെ തന്ത്രങ്ങൾ വരയുമ്പോൾ, നിന്റെ കുടുംബത്തെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ, നീ ദൈവത്തോട് പ്രാർത്ഥിക്കണം. നിന്റെ ജോലി തകർക്കാൻ ശ്രമിക്കുമ്പോൾ, നിന്റെ അധികാരത്തിന്റെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ, നീ ഉന്നതാധികാര സ്ഥാനത്തേക്ക് ദാനിയേലിനെ പോലെ ഉയർത്തപ്പെട്ടതുപോലെ നീ ഉയർത്തപ്പെട്ടപ്പോൾ, നിന്റെ ജോലി നിനക്ക് പുതിയ അനുഭവം കിട്ടിയപ്പോൾ, നിനക്ക് പുതിയ പ്രൊമോഷൻ കിട്ടിയപ്പോൾ, നിന്റെ സാലറി വർദ്ധിപ്പിച്ചപ്പോൾ, നിനക്കിത് പിറുവിറുക്കുന്നവരേറെയുണ്ട്. അവരെ കണ്ടവരോട് നീ എതിര് പറയാൻ നിൽക്കണ്ട. ദാനിയേൽ ചെയ്തതുപോലെ നീ പ്രാർത്ഥിച്ചാൽ മതി. ലേലിയ പ്രാർത്ഥിക്കുന്നവനെ പിശാചിന് തൊടാൻ പറ്റത്തില്ലെന്ന്. പ്രാർത്ഥിക്കുന്നവനെ പിശാചിന് തൊടാൻ പറ്റില്ല. പ്രാർത്ഥിക്കുന്നവനെ പിശാചിന് പേടിയാണ്. നീ പ്രാർത്ഥിക്കുന്നവളാണെങ്കിൽ പിശാചിന് നിന്റെ പേടിയാണെന്ന്. പ്രാർത്ഥിക്കുന്നതിന്റെ ഭവനത്തിനകത്ത് പിശാചിന്റെ ആധിപത്യം വാഴത്തില്ല. പ്രാർത്ഥിക്കുന്നവന്റെ കുടുംബത്തിന്റെ ദൈവിക ദൂതന്മാരുടെ കാവല ഉള്ളത് കേട്ടോ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, നീ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ നിന്റെ കുടുംബത്തെ സംരക്ഷിക്കുന്നത് സംഗീത പുസ്തകം 4 വായിക്കുന്നവരെ യഹോവയുടെ ദൂതൻ തന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയം ഇറങ്ങിയ വിടിക്കുന്ന ദൈവത്തിന്റെ ദൂതന്മാർ നിന്റെ കുടുംബത്തിന് ചുറ്റും പാളയമായിട്ടുണ്ടായിരിക്കും. പാളയം ഇറങ്ങി വിടിക്കും. കാരണം നിന്നെ തകർക്കാൻ ആർക്കും കഴിയത്തില്ല. പ്രാർത്ഥിക്കുന്നവനെ തകർക്കാൻ ഈ ലോകത്തിന് കഴിയില്ല. രക്തം ചെയ്യും. അപ്പൊ ഇവിടെ എന്താണ് അല്ലൊരു സ്തോത്രം വരിക? നമ്മൾ ദൈവം വായിച്ച് ദാവീദ് ആദ്യമായി വൈകുന്നേരത്ത് ഉച്ചയ്ക്കും അല്ലൊരിയ രാവിലെയും പ്രാർത്ഥിക്കുന്നു. മാത്രം എന്താണ് കാരണം? ഭയങ്കരമായ പാപത്തിൽ ദാവീദ് വീണത് ഒരു വൈകുന്നേരമാണ്. ദാവീദ് പ്രാർത്ഥിക്കാൻ കാരണം എന്നറിയോ? താൻ ഭയങ്കരമായൊരു പാപത്തിൽ വീണത് വൈകുന്നേര സമയത്താണ്. അല്ലെങ്കിൽ അതുകൊണ്ടാണ് സ്തോത്രം ദാവീദ് വൈകുന്നേരത്തും അല്ലെങ്കിൽ ഉച്ചയ്ക്കും രാവിലെ പ്രാർത്ഥന, വൈകുന്നേരത്തെ പ്രാർത്ഥന ശീലമാക്കി താൻ പാപത്തിൽ വീണ. അതുകൊണ്ടാണ്. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ ഒന്നല്ല ഭാഗം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. 2 ശമൂവേലിന്റെ പുസ്തകം അല്ലേലൂയ 11-ാം അധ്യായം അല്ലേലൂയ അതിന്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ ഇങ്ങനെ കാണുന്നുണ്ട്. ഒരു നാൾ സന്ധ്യ ആകാറായ സമയത്ത് ദാവീദ് അല്ലേലൂയ മെത്തയിൽ നിന്ന് എഴുന്നേറ്റ് രാജധാനിയുടെ മാളികമേൽ ഉലാവിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നത് മാളികയിൽ നിന്ന് കണ്ടു. ആ സ്ത്രീ അതിസുന്ദരിയായിരുന്നു. ദാവീദ് ആളയച്ച് ആ സ്ത്രീയെ പറ്റി അന്വേഷിച്ചു. അവൾ എലിയാമിന്റെ മകളും ഹിത്യനായ ഊരാമിന്റെ ഭാര്യയുമായ ബേത്ശേബ എന്നറിഞ്ഞു. ദാവീദ് ദൂതന്മാരെ അയച്ച് അവളെ വരുത്തി. അവൾ അവന്റെ അടുക്കൽ വന്നു. അവൾക്ക് ഋതുശുദ്ധി വന്നിരുന്നത് കൊണ്ട് അവൻ അവളോടുകൂടെ ശയിച്ചു. അവൾ തന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ആ സ്ത്രീ ഗർഭം ധരിച്ചു. ഈ ബേത്ശേബ എന്ന് പറഞ്ഞ മറ്റൊരാളിന്റെ ഭാര്യ, ഊരിയാവിന്റെ ഭാര്യ, ഹിത്യനായിരിക്കുന്ന ഊരിയാവിന്റെ ഭാര്യ കുളിക്കാൻ വന്ന സമയം വൈകുന്നേരത്താണ്.
ഈ സമയത്ത് ദാവീദ് എന്ത് ചെയ്തു? ആമി യോബാമും അലിയ ശിമിയൊക്കെ യോബാമിനെയൊക്കെ അല്ലെങ്കിൽ സ്വന്തം എന്ത് ചെയ്തു? യുദ്ധത്തിന് പറഞ്ഞു വിട്ടിട്ട് താൻ യുദ്ധത്തിൽ പോകാതെ തന്റെ രാജധാനിയുടെ മാളിക മുറിയിൽ മട്ടുപ്പാവി ഉലാവിക്കൊണ്ടിരിക്കുക. അത് ദാവീദിനെ പാപത്തിലേക്ക് വലിച്ചിഴച്ചു. അങ്ങനെ ഊരിയാവിനെ യുദ്ധത്തിന്റെ സ്വന്തം മുമ്പിൽ നിർത്തി. അല്ലേലിയ. യോബന്റെ സഹോദരൻ അഭിഷായിയൊക്കെയാ അവരെ യുദ്ധത്തിന് വിട്ട് ദാവീദ് പോകത്തില്ല. ദാവീദ് എന്ത് ചെയ്തു? ഈ സ്ത്രീയിൽ ആകർഷയായി അവളെ വിളിച്ചു വരുത്തി. ദാവീദ് അവളെ ഭാര്യയായിട്ട് സ്വീകരിക്കുന്നു. അവൾ ഗർഭം ധരിക്കുന്നു. പിന്നീട് ഊരിയാവിനെ എന്ത് ചെയ്തു? യുദ്ധത്തിന്റെ മുമ്പിൽ നിർത്തി കൊന്നുകളഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ അതൊരു വലിയൊരു പാപമായി ദാവീദിന്. അതുകൊണ്ടാണ് ദാവീദ് വൈകിട്ട് മുട്ടുകുത്തി വൈകുന്നേരത്തെ പ്രാർത്ഥിക്കുന്നത്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള പാപങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഭയങ്കരമായ പാപത്തിൽ ദാവീദ് വീണു. ഒരു വൈകുന്നേരമാണ്. ആ ഒരു ദിവസം വൈകുന്നേരത്തിൽ ദാവീദ് മാളിക മുറിയിൽ ഉലാവിക്കൊണ്ടിരുന്നപ്പോൾ താഴെ കുളിച്ചുകൊണ്ടിരുന്ന സ്ത്രീയെ കണ്ട് മോഹം ഹൃദയത്തിലുണ്ടായി. അതിനെ തുറന്ന് വ്യഭിചാരം ചെയ്തു. ആ സ്ത്രീയുടെ ഭർത്താവിനെ കൊന്നിട്ട് ബേർശേബയെ ഭാര്യയായിട്ട് എടുത്തു. അല്ലേലി. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസംഗിക്കുന്ന നമ്മൾ യാക്കോബിലൊക്കെ വായിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ എന്നെ കേൾക്കുന്ന സ്നേഹിക്കുന്ന പാപ ജീവിതത്തിൽ വരാതിരിക്കുക. നീ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണം. അതിനാൽ ഉണ്ടായ നാശനഷ്ടങ്ങളും ശാപങ്ങളും ദാവീദ് അനുഭവിച്ചിട്ട് കഷ്ടപ്പാടുകളുടെ കുറച്ചൊന്നുമല്ല, കർത്താവിന്റെ ശിക്ഷയ്ക്ക് ന്യായവിധിക്കും വിധേയമായി ആകിയാൽ ഇപ്രകാരമുള്ള പാപങ്ങളിൽ നിന്ന് നമ്മെ കാത്തു സൂക്ഷിക്കുവാൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മാത്രമേ കഴിയുള്ളൂ. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മാത്രമേ പാപത്തിൽ നമ്മെ കാത്തു സൂക്ഷിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, ദാനിയേൽ, ദാവീദ് ആമയൊക്കെ പ്രാർത്ഥിച്ചതുപോലെ നീ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. എങ്ങനെ? വൈകുന്നേരത്തും ഉച്ചയ്ക്കും കാലത്തും. അല്ലെങ്കിൽ ദാനിയേൽ അവൻ ദിവസം ചെയ്തു പോരുന്നത് പോലെ, ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി പ്രാർത്ഥിച്ചതുപോലെ നീ ദൈവത്തിനെ പ്രാർത്ഥനയ്ക്കായി തലകളെ ഉണക്ക്. ദൈവം നിന്റെ ജീവിതത്തെ അനുഗ്രഹ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരും. ഹല്ലേലൂയ. 119 സംഗീതത്തിനൊക്കെ വായിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. 119 സംഗീതം 9 വാക്യം, ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിൽ തന്നെ. അതെ, നിന്റെ മക്കളെ നീ പ്രാർത്ഥനയിൽ കൊണ്ടുവരണം. അവന്റെ നടപ്പ് നിർമ്മലമാക്കുവാൻ അവന്റെ ഉള്ളിൽ ദൈവത്തിന്റെ വചനം പറഞ്ഞു കൊടുത്തവനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. സ്തോത്രം. 119 സംഗീതം. ഹല്ലേലൂയ. അതിന്റെ 11 വാക്യം വായിക്കും ഇങ്ങനെ കാണുന്നത്, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. അത് നാം ദൈവത്തോട് പാപം ചെയ്യാതിരിക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. ആരെല്ലാം ഹൃദയത്തിൽ വചനം സംഗ്രഹിച്ച് ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നുണ്ടോ അവരുടെ ജീവിതം ധന്യമായി മാറും. ഇന്ന് പകലിനെ കേൾക്കുന്ന മാതാവി, പിതാവേ, നിന്റെ കുടുംബത്തിൽ നടക്കാനാവാത്ത ശാപം, നിന്റെ കുടുംബത്തിൽ വലിയ ശാപത്തിന്റെ കെട്ടുകൾ നിൽക്കുകയാണ്. നിനക്ക് മോചനം പ്രാപിക്കാൻ കഴിയാം. നീ ചെയ്യുന്നതെല്ലാം പരാജയപ്പെട്ട് സ്വസ്ഥതയില്ലാതെ കണ്ണതിന്റെ തടിയിലൂടെയല്ലേ നീ കടന്നു പോകുന്നത്. എവിടെയും നീ ഒറ്റപ്പെട്ട് നിന്ദിക്കപ്പെട്ട് അപമാനിക്കപ്പെട്ട അനുഭവമല്ലേ? ജീവിതത്തിൽ പലപ്പോഴും നോക്കിയിട്ട് ഉയരാൻ കഴിയാത്ത നീ വേദനയുടെ അനുഭവമല്ലേ? ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് പറയുന്ന ദൂത്, നീ പാപം വിട്ട് മടങ്ങി വാ. ഹല്ലേലൂയ. ദാനിയേല് രേഖ എഴുതി എന്ന് പറഞ്ഞപ്പോൾ ദാനിയേല് അതിനെ കണ്ട് ഭയപ്പെട്ട് പോവുകയല്ല ചെയ്തത്. ദാനിയേൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയത്തെ വേർതിരിച്ചു. അത് ഇന്ന് പകൽ നീ ദൈവത്തിന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയത്തെ വേർതിരിക്കണമെങ്കിൽ യേശു പ്രാർത്ഥിച്ചതും അല്ലെങ്കിൽ പ്രഭാതത്തിലാണ്. അല്ലെങ്കിൽ നിങ്ങൾ മർക്കോസ് വിശേഷം അല്ലുരിയ 1:35 വായിച്ചോ കാണുമെങ്കിൽ യേശു അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ അല്ലുരിയ നിരസംഖ്യ പ്രാർത്ഥിച്ചു എന്നാ. ലൂക്കോസ് വിശേഷം 8:12 വന്നാലും യേശുവിന്റെ പ്രാർത്ഥന രാവിലെയായിരുന്നു. അവിടെ നമുക്ക് കാണാൻ കഴിയും. അല്ലുരിയ അവിടെ കാണാൻ കഴിയും. ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്ന് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചുവെന്ന് ഇവിടെ സ്തോത്രം യേശുവിനെ കുറിച്ച് കാണാൻ കഴിയും. അതുകൊണ്ട് നീ പ്രാർത്ഥനയിലേക്ക് മടങ്ങുക. പ്രാർത്ഥനയാണ് ഈ 2026 നീ പ്രാർത്ഥിച്ചാൽ നിന്റെ എല്ലാ കഷ്ടങ്ങളും 2026 പ്രാരംഭ നാളുകളിൽ ദൈവം മാറ്റി തരുമെന്ന്. കണ്ണുകളടച്ചാട്ട് ഇന്ന് പകൽ വചനം കേൾക്കുന്ന ശ്രോതാവി, നാം വായിച്ച വചനം എന്താണ്? ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നത് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളിക മുറിയുടെ കിളിവാതിലിനെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തതുപോലെ നിന്റെ പ്രശ്നങ്ങൾ എത്ര ഭയാനകമാകട്ടെ, എത്ര വലുതുമാകട്ടെ, നീ ദൈവത്തിലേക്ക് മടങ്ങുമെന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നെങ്കിൽ നിന്റെ പ്രശ്നത്തെ ദൈവം മറുപടി നൽകുക തന്നെ ചെയ്യും. നീ ഇപ്പോൾ കടന്നു പോകുന്ന ഏത് പ്രതിസന്ധിയാകുന്നോ ആ പ്രതിസന്ധിയിൽ ദൈവം മറുപടി തരാൻ ആഗ്രഹിക്കുക.
പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട പല സമയത്ത് ഈ വചനം കേട്ടുകൊണ്ട് കേരളത്തിലെ 3.25 കോടി ജനങ്ങൾ തലമുറ ഉണർത്തി പ്രാഞ്ചസ്ഥാനത്തുള്ള ആളുകൾ, ഇന്ത്യയിലെ 145 കോടിയിലധികം ജനത്തിനായി, ലോകരാജ്യം 800 കോടിയിലധികം ജനത്തിനായി, രാജ്യരാഷ്ട്ര തലവന്മാർ, അധികാന്യാധിപന്മാർ, ഭരണാധിപന്മാർ, ക്രമസമാധാന പാലകരെ, നിയമനിർമ്മാണ രംഗത്ത് നിൽക്കുന്ന യേശുദന്മാരിൽ കൗമാരി യൗവനത്തിനും വൃദ്ധരാശന യാതൊരു ഓർമ്മ ചോട്ട തടവറയിലായിരിക്കുന്ന ജാതി മതവർഗ വർണ്ണ വ്യത്യാസമില്ലാതെ മുന്നോട്ട് കൊട്ടാരം പാർക്കുന്ന എല്ലാ ഗോത്രഭാഗങ്ങൾ ദീപവാസ ആദിവാസ ായിരിക്കുന്ന എല്ലാ ജനത്തെ, എല്ലാ മത സാമൂഹിക സാംസ്കാരിക മീഡിയ രംഗം നിൽക്കുന്നവരെ എല്ലാം ഞങ്ങൾ ദൈവരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, എല്ലാവരും മാനസാന്തരം മുടങ്ങി വരട്ടെ. ദാനിയേലിനെ പോലെ ശക്തമായ പ്രാർത്ഥനയുണ്ട്, ദാവീദിനെ പോലെ ശക്തമായ പ്രാർത്ഥന, അബ്രഹാം ഇസ്ഹാക്ക് യാക്കോബിനെ പോലെ ശക്തമായ പ്രാർത്ഥനയ്ക്ക് ജനം മടങ്ങി വരുവാൻ, 2026 ശാപങ്ങളില്ലാത്ത, രോഗങ്ങളില്ലാത്ത, വേദനമില്ലാത്ത, കണ്ണുനീരില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത, മുറവിളിയില്ലാത്ത ഒരു നല്ല ജീവിതം നയിപ്പാൻ ഈ ജനത്തെ മടക്കി വരുത്തണമേ. സൃഷ്ടികളോടല്ല സൃഷ്ടാവിനോടാണ് പ്രാർത്ഥിക്കുന്ന തിരിച്ചറിവ് ഈ ജനത്തിന്റെ ഹൃദയങ്ങൾ ഉണ്ടാകും പ്രാർത്ഥിക്കുന്നു. കഷ്ടതയുടെ, സങ്കടത്തിന്റെ, ദുഃഖത്തിന്റെ, കണ്ണുനീരിന്റെ നിലവിലൂടെ കടന്നുപോകുന്ന ആയിരക്കണക്കിന് വ്യക്തികളുണ്ട്. ഇതുപോലെ കർത്താവിയവരുടെ വിടുതലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബ സമാധാനം നഷ്ടപ്പെട്ട് കുടുംബജീവിതം തകർക്കപ്പെട്ടവർ, മാതാപിതാക്കളെ തള്ളിക്കളഞ്ഞ മക്കൾ, മക്കളെ തള്ളിക്കളഞ്ഞ മാതാപിതാക്കൾ, ഹല്ലേലൂയ, ജീവിതത്തിൽ വിവിധ പ്രശ്നങ്ങളാണ് നേരിടുന്ന എല്ലാ പ്രതിസന്ധികളുടെ നിലവിലും എന്റെ കർത്താവിന്റെ കരം അത്ഭുതം ചെയ്തനായി യേശു ക്രിസ്തുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവത്തിന്റെ ദാസ്യദാസന്മാർ രൂപമാണ് വിശേഷം അറിയിക്കുന്നവരെ ക്രൈസ്തവ പീഡനം വർദ്ധിക്കാൻ ശക്തിയോട് നിൽപ്പാണ് കൃപ ദൈവമക്കൾ ക്രൈസ്തവ സമൂഹത്തിന് കൊടുക്കണമേ. സകല മുഖത്തും സുവിശേഷം പോകാൻ ചേരി കിടക്കാൻ മോചനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പോലെ 2 വീലും 3 വീലും 4 വീലും വാഹനം ഓടിക്കുക, ഹെവി വാഹനം ഓടിക്കുന്നവർ, കരിയിലും കട്ടിലും ആകാശമാർഗം വാഹനം ഓടിക്കുന്നവരെ, അത് യാത്ര ചെയ്യുന്നവർ എല്ലാத்தைയും അനുഗ്രഹിക്കണമേ. ഒരു മനസ്സാന്തരം കൊടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.